തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കേരളീയർക്ക് ബോളിയും പായസവും ഇല്ലാതെ എന്ത് ഓണസദ്യ. ഓണസദ്യ മാത്രമല്ല, എന്ത് ഉത്സവ ആഘോഷ ദിവസങ്ങളിലും സദ്യയുണ്ടെങ്കിൽ അവിടെ ബോളിയും ഉണ്ടാകും, പായസവും ഉണ്ടാകും എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു വികാരം കൂടിയാണ്. മഹാബോളിൻസ ഇപ്പോൾ ലോകം അറിയുന്നു, അത്രേ ഉള്ളൂ. മലയാളികൾ മാത്രമല്ല, വെളിയിൽ നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് ബോളി വാങ്ങുന്നുണ്ട്. കള്ളപ്പരിപ്പ്, മൈദ, പഞ്ചസാര, ഏലക്ക, ജാതിക്ക, ഇതെല്ലാം ഇതിൻ്റെ ആവശ്യമുള്ള. നെയ്യ്, നല്ലെണ്ണ വേണം. ഇതെല്ലാം അതിൻ്റെ മെയിനായിട്ടുള്ള കൂട്ടുകൾ. വീട്ടിൽ എന്തെങ്കിലും ഒരു സദ്യ കൂട്ടം വന്നാൽ പായസം ഇല്ലെങ്കിൽ, പായസം ഉണ്ടെങ്കിൽ ബോളി ഇല്ലാതില്ല. ടേസ്റ്റാണ്. അതുകൊണ്ടാണല്ലോ തിരിച്ചവർ വരുന്നത്, തിരിച്ച് ആൾക്കാർ വരുന്നതാണ്. നമ്മളെ സാധനം നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ വരുന്നത്. ഈ തിരക്ക് കാരണം അതാണ് മെയിൻ. അതാണ് തീർച്ചയായും സ്വാദുള്ള ഭക്ഷണം കൂടിയാണ് ബോളി. പ്രത്യേകിച്ച് മാസ്റ്റർ രമേശ് ചേട്ടൻ അത് തയ്യാറാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വർഷങ്ങളായിട്ടുള്ള പഴക്കവും പാരമ്പര്യവും തനിമയും ഒക്കെ ഉണ്ട്. ഏതായാലും ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ബോളിക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒക്കെ നിരവധി ഐതിഹ്യങ്ങളുണ്ട് എന്നുള്ളതാണ് മാസ്റ്റർ രമേശ് ചേട്ടനൊക്കെ പറയുകയും ചെയ്യുന്നത്. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്തെ മഹാബോളി കടയ്ക്ക് മുന്നിൽ നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.